മറ്റൊരു വാർത്തയിലേക്കാണ്. രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ സർട്ടിഫിക്കറ്റ് ചടങ്ങ് ബഹിഷ്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി. രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയെന്ന മന്ത്രി വി ശിവൻകുട്ടി. ഗവർണറുടെ നടപടി അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞതാണെന്നും വിമർശനം. വിവരങ്ങളുമായി കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. കെ.സി. ഉണ്ണികൃഷ്ണൻ, രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ സർട്ടിഫിക്കറ്റ് ചടങ്ങിനിടെയാണ് ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. അതോടൊപ്പം തന്നെ താൻ എത്തുന്നതിന് മുൻപ് പരിപാടി തുടങ്ങിയതിലും മന്ത്രിക്ക് പ്രതിഷേധമുണ്ട്. മറ്റ് വിവരങ്ങൾ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ഈ രീതിയിലൊരു സമാനമായ രീതിയിൽ നേരത്തെ ഉണ്ടായതുപോലെ ഒരു ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വീണ്ടും ഉണ്ടാകുന്നത്. എന്തായാലും രാജ്ഭവനിലാണ് ആ പരിപാടി നടന്നത്. ആ പരിപാടിയിലാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം പരിപാടിയെ സംബന്ധിച്ച് മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിലാണ് ഈ രീതിയിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതായി മന്ത്രി പറയുന്നത്. എന്തായാലും ഈ ചിത്രം അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ പരിപാടി ബഹിഷ്കരിച്ചത്. താൻ ചെല്ലുമ്പോൾ ചിത്രത്തിൽ പുഷ്പാർച്ചന എന്നാണ് മന്ത്രി പറഞ്ഞത്. കാര്യപരിപാടിയിൽ പുഷ്പാർച്ചന ഇല്ലായിരുന്നു എന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. കൂടാതെ വലിയ ഒരു വിമർശനം ഈ ഒരു ഘട്ടത്തിൽ മന്ത്രി രാജ്ഭവനെതിരെയും അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട്. രാജ്ഭവനെ ഗവർണർ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റി എന്നാണ് വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഗവർണർക്ക് അഹങ്കാരവും ധിക്കാരവുമാണ്. കൂടാതെ മുൻ ഗവർണറേക്കാൾ കടുത്ത രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ് എന്ന രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൽ ഒരു മറുപടി രാജ്ഭവന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. മന്ത്രിയുടേത് ഒരു പ്രോട്ടോകോൾ ലംഘനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മന്ത്രി താമസിച്ചെത്തിയ മന്ത്രി നേരത്തെ ഇറങ്ങിപ്പോയി എന്നതാണ് രാജ്ഭവൻ പറയുന്നൊരു കാര്യം. എന്തായാലും വീണ്ടും ഭാരതാംബയുടെ ചിത്രം വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ കൃഷി വകുപ്പ് സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ രാജ്ഭവന്റെ ചിത്രം വെച്ചിരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി പി പ്രസാദും ചടങ്ങ് ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ വലിയ രീതിയിലുള്ള വിമർശനം ഈ സർക്കാർ പരിപാടികളിൽ RSSന്റെ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനം സർക്കാരടക്കം മന്ത്രിമാരടക്കം വലിയ രീതിയിൽ ഉന്നയിക്കുന്നൊരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടാവുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം സർക്കാർ പരിപാടികളിൽ നിന്ന് അല്ലെങ്കിൽ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഇത്തരം ചിഹ്നങ്ങളും അതോടൊപ്പം തന്നെ ചിത്രങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണം രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും വാർത്താ സമ്മേളനത്തിൽ വലിയ ഒരു വിമർശനം ഗവർണർക്കെതിരെയും രാജ്ഭവനെതിരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ചിത്രം ഉപയോഗിച്ചു എന്ന രീതിയിൽ ഒരു ആക്ഷേപം വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത്. അവിടെ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലേക്ക് വന്നു എന്നതാണ് വി ശിവൻകുട്ടി പറയുന്നത്. കൂടാതെ ആ പരിപാടിയിൽ അങ്ങനെ പുഷ്പാർച്ചന നടത്തും എന്ന രീതിയിലുള്ള ഒരു കാര്യം നിശ്ചയിച്ചിരുന്നില്ല എന്നും മന്ത്രി പറയുന്നു. ആ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് താൻ ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നാണ് വി ശിവൻകുട്ടി വ്യക്തമാക്കിയ കാര്യം. വൃന്ദ. ശരി, കെ.സി. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. രാജ്ഭവനിൽ വീണ്ടും ഭാരതാംബ ചിത്ര വിവാദം.